ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് ഉണ്ട് ചെയ്യാൻ പോണത്. അതായത് ഡേ വിത്ത് അമ്മയുടെ കൂടെയാണ് നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാൻ പോണത് കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് അമ്മേനെ ഫുള്ളായിട്ട് കിട്ടുമെന്നൊന്നും അറിയത്തില്ല, എന്നാലും നമുക്ക് ശ്രമിക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ അമ്പലത്തിലൊക്കെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്പലത്തിൽ രാവിലത്തെ പണി തുടങ്ങിയിട്ടാണ് മറയിലൊക്കെ തട്ടി നടക്കുവാണ്. അപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോവാണെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അമ്പലത്തിൽ പോകാനോ. അപ്പോൾ ഞങ്ങൾ കുളിച്ചിട്ടില്ല, കുളിക്കാൻ പോവാണ്. ഇപ്പം ആര്യതേ മറയിലൊക്കെ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. മറയിലില്ലേ ഭയങ്കര ആക്ഷനാണ് കേട്ടോ തട്ടലിന്. പക്ഷേ ഞാൻ ഇവിടെ ചുമ്മാ ഇരിക്കുകയാണ്. അപ്പം അമ്മ കുളിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മയുടെ കുളി കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കാൻ കയറുന്നു. കുട്ടി ഇതേ ഇവിടെ കുളിച്ച് വന്നിട്ടുണ്ട്. ചിരിക്കമ്മ കുളിച്ച് വന്നിട്ടുണ്ട്. ചായ ഉണ്ടാക്കുന്നു കേട്ടോ. ചായ പഞ്ചസാര ഇറക്കുന്നുണ്ട്. അപ്പം അമ്മ അങ്ങനെ ചായ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനിവിടെ അടിച്ചു വരികയാണ് കേട്ടോ. അമ്മ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ അമ്മയ്ക്ക് ഇങ്ങനെ പാചകം ചെയ്തതൊന്നും ഇങ്ങനെ വീഡിയോ എടുക്കുന്നത് വലിയ ഇഷ്ടമല്ല. അതുകൊണ്ടാണ് കേട്ടോ. പറഞ്ഞപ്പോൾ ഇരുന്ന് ചിരിക്കുന്നുണ്ട്. കണ്ടാ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടാ. എന്നിട്ട് ഞാൻ കുളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് കുളിച്ച് വന്നാൽ എപ്പോഴും ഉണ്ടാവുന്നതാണ് അങ്ങനെ തുമ്മൽ, അലർജിയുടെ പ്രശ്നമാണ്. എപ്പോഴും ഉണ്ടാവും കേട്ടോ അങ്ങനെ തുമ്മൽ. അപ്പോൾ ഞാൻ ഈ തലയിൽ കുളിച്ച് വന്നിട്ടുണ്ടെങ്കിൽ രാസനാദിപ്പൊടി ഇടുന്നുണ്ട് വലിയ സീൻ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ കുളിച്ച് വന്നിട്ടുണ്ട്, ആരും കുളിക്കാൻ കയറിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അവിടെ വരുമ്പോഴേക്കും ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്താലോ. ജയ്പൂർ കുർത്തി പാൻറ്റും ഒരു ടോപ്പാണ്. ഈ കോളർ വരുന്ന നെക്കുള്ള ടോപ്പൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതേ ഫസ്റ്റ് ഹെയറൊക്കെ ഉണക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോൺസിൻ്റെ മോയ്സ്ചറൈസർ ക്രീം കഴിച്ചു, പിന്നെ നമ്മൾ സൺസ്ക്രീൻ ഇട്ടു, പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ലാസ്റ്റ് ഫൗണ്ടേഷൻ ഇട്ടു, പിന്നെ ജസ്റ്റ് ലിപ്സ്റ്റിക്ക് ഇട്ടുന്നുള്ളൂ. പിന്നെ കണ്ണൊന്നും എഴുതുന്നില്ല കേട്ടോ. എനിക്ക് ഒറ്റയ്ക്ക് കണ്ണെഴുതാൻ ശരിക്കും ഇപ്പോഴും അറിയത്തില്ല. എനിക്ക് വേറൊരാൾ എഴുതി തന്നാൽ മാത്രമേ ശരിക്കും അറിയത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ലുക്ക് ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമ്മളത് ആര്യ അപ്പോഴേക്കും കുളിച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ആര്യയുടെ ആചാരങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അവളോട് പെട്ടെന്ന് ഒരുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് ഫൈനലി ഞാനൊരു പൊട്ടെടുത്ത് വെച്ചു. അപ്പോഴേക്കും ഇത് ആര്യ ഒരുങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് തൊട്ടപ്പുറത്ത് എൻ്റെ സ്പെക്സ് ഉണ്ടായിരുന്നു. അതൊന്ന് എടുത്ത് വെച്ചപ്പോൾ കറക്റ്റ് ഒരു അമ്മച്ചി ലുക്ക് തോന്നിയുകൊണ്ട് ഞാൻ സ്പെക്സ് വേണ്ടാന്ന് വെച്ചു. അങ്ങനെ സ്പെക്സ് മാറ്റി വെച്ചു കേട്ടോ. അങ്ങനെ തന്നെ പോകാമെന്ന് വെച്ചു. പിന്നെ ഇത് അങ്ങനെ അമ്മയോട് യാത്ര പറഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് നേരെ ഇറങ്ങുവാണ് കേട്ടോ. അപ്പോൾ പോകാൻ കേട്ടോ. അപ്പോൾ നമ്മൾ വണ്ടിയിലാണ് പോകുന്നത്. വണ്ടി വന്നതിന് ശേഷം പിന്നെ ഫുള്ള് വണ്ടിയിലാണ് കേട്ടോ കിടക്കും. എനിക്ക് വണ്ടി ഓടിക്കാൻ നല്ല കഴിവുണ്ട്. ആര്യാണ് വണ്ടി ഓടിക്കുന്നത്, ഞാൻ ബാക്കിലിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പോയാലോ. കേക്ക് എടുത്തിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. ഹോസ്റ്റലിൽ നിന്ന് വന്നുകൊണ്ട് എൻ്റെ കയ്യിൽ വേറെ ചെരുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. ആകെ ഈ ഒരു ചെരുപ്പ് മാത്രം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അത് ഞാൻ ഇട്ടുകൊണ്ടാണ് ഇറങ്ങുന്നത് കേട്ടോ. അപ്പോൾ അത് ആര്യ ഗേറ്റൊക്കെ തുറക്കാൻ പോയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ വണ്ടി എടുത്ത് പുറത്തോട്ട് ഇറങ്ങി. അതായത് നേരെ അമ്പലത്തോട്ട് പോവാണ് കേട്ടോ. അങ്ങനെ അമ്പലത്തിയോണ്ട് നമ്മളെ വീഡിയോസ് എടുക്കാൻ പറ്റില്ല, കാരണം എല്ലാവരും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അധികം വീഡിയോസ് ഒന്നും എടുത്തില്ല. പിന്നെ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമ്മൾ വീഡിയോസ് എടുത്ത് നമ്മളതിനെ തൊഴുത് നേരെ ഇറങ്ങി കേട്ടോ. തൊഴുത്ത് ഇറങ്ങിയപ്പോൾ നമുക്ക് പുഷ്പാഞ്ജലിയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പുഷ്പാഞ്ജലി കിട്ടിയിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് വന്നു. വീട്ടിലെത്തിയപ്പോൾ എനിക്ക് ഭയങ്കര വിശപ്പ്. എനിക്ക് ഒരു പ്രത്യേക ഒരു സ്വഭാവമുണ്ട്. എവിടേക്കിലൊക്കെ പോയി വന്നാൽ, പ്രത്യേകിച്ച് അമ്പലത്തിൽ പോയി വന്നു എനിക്ക് ഭയങ്കര വിശപ്പാണ്. അപ്പോൾ ഞാനവിടെ അടുക്കളയിൽ നോക്കിയപ്പോൾ ഒരു പ്രത്യേക ബിസ്ക്കറ്റ് ഇരിപ്പുണ്ടായിരുന്നു. അത് ഞാൻ എടുത്ത് കഴിച്ചു. അപ്പോൾ ആയിരിക്കൊരു ബിസ്ക്കറ്റ് എടുത്ത് കൊടുത്തു കേട്ടോ. അങ്ങനെ കഴിച്ചിട്ട് എൻ്റെ വിശപ്പിന് ഒരു മാറ്റമില്ല. അപ്പോൾ നമ്മൾ രാവിലെ ദോശ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ദോശയും ചമ്മന്തി ചട്നിയൊക്കെ പാടണം. കഴിക്കാൻ പോയോ? ദോശ കഴിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ദോശയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ചമ്മന്തി ഞാൻ ഉണ്ടാക്കി. അപ്പോൾ തന്നെ കൺട്രോൾ ഞാനത് കഴിച്ചു. പിന്നെ അത് അമ്മയ്ക്ക് ഒന്ന് പുറത്തോട്ട് പോകാനുണ്ടായിരുന്നു. അപ്പോൾ അമ്മേൻ്റെ ഡ്രസ്സൊക്കെ അയൺ ചെയ്യണം. അമ്മ എന്നോട് ഉപ്പേരി ഉണ്ടാക്കാൻ പറഞ്ഞുകൊണ്ട് ഞാനത് പയറൊക്കെ ഉപ്പേരി വയ്ക്കാൻ പോകുന്നു. അമ്മയൊക്കെ അമ്മയും അച്ഛനും കൂടെ പുറത്തോട്ട് പോയിട്ടുണ്ട് അമ്മേനെ കാണുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ കഴിച്ചിട്ടില്ല കേട്ടോ. അമ്മയും അച്ഛനും കഴിച്ചിട്ടാണ് പോയത്. ആരും അവിടെ ഫ്രീ ആയിട്ട് റീൽസും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഉണ്ടാക്കാൻ പോവാണ്. 2 മുട്ട എടുത്തിട്ടുണ്ട്. ഓംലെറ്റ് ഉണ്ടാക്കാൻ പോകും കേട്ടോ. അപ്പം ഞാനിവിടെ അമ്മ പയറുപ്പേരി ഉണ്ടാക്കി വെച്ച ചട്ടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ചട്ടിയിൽ ചോറിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ചോറിട്ടിട്ട് നമുക്ക് മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് കൊതി വരികയാണ് കേട്ടോ. ചട്ടി ഇളക്കുമ്പോൾ പയറുപ്പേരിയുടെ മണവും എണ്ണയുടെ ആ ഒരു സ്മെല്ലൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് കഴിക്കാൻ തോന്നുന്നുണ്ട്. ഞാൻ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. കാര്യം ഭയങ്കര കട്ടിങ്ങാണ്. അപ്പോൾ നല്ല കുഞ്ഞായിട്ട് അരിഞ്ഞുണ്ട്. പിന്നെ നമുക്കൊരു ആഗ്രഹമാണല്ലോ, വീട്ടിൽ നിന്ന് എല്ലാവരും പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് തരികട ഒപ്പിക്കണം, എന്തെങ്കിലും ഉണ്ടാക്കണം എന്നൊക്കെ. ആ ഒരു ഇത് ഞങ്ങൾക്ക് എപ്പോഴും ഉള്ളതാണ്. അപ്പോൾ നമ്മുടെ അമ്മ ഉണ്ടാക്കിക്കോളാൻ പറഞ്ഞു കേട്ടോ. മുട്ട ഓംലെറ്റ് ഉണ്ടാക്കാനാണ് അമ്മ ഓൾറെഡി പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ പിന്നീട് ചിന്തിപ്പിച്ചപ്പോഴാണ് മുട്ടച്ചോറ് ഉണ്ടാക്കിയതെന്ന് വിചാരിച്ചത്. ആരും ഇതിന് കൊണ്ടുവന്നുണ്ട്. അപ്പോഴേക്ക് ഞാൻ ചട്ടി വയ്ക്കാൻ വിചാരിച്ചു. 1 മുട്ട ഓംലെറ്റ് അടിക്കാം, 2 മുട്ട കൊണ്ട് മുട്ടച്ചോറ് ഉണ്ടാക്കാം.
അപ്പം അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മൾ രണ്ടെണ്ണം നോക്കണ്ട. നമ്മുടെ അരി അരിഞ്ഞതാണ്, കട്ട് ചെയ്തിട്ട് ഇതിലും. അപ്പം അനു കുക്ക് ചെയ്തത് നമ്മുടെ പ്രത്യേകത പറയുന്നത് എല്ലാവരും നിരപ്പാക്കിക്കോളും. അത് അതങ്ങനെയാണ് എനിക്ക്. അതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ നമ്മൾ ചേർത്തിട്ടുണ്ട്. പിന്നെ അത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളത് മുട്ട പൊട്ടിച്ചൊഴിക്കണം കേട്ടോ. എനിക്ക് മുട്ട പൊട്ടിക്കാൻ വലിയ വശമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ ഞാനൊരു 5 കൊട്ട് കൊടുത്താലാണ് അത് പൊട്ടി വരത്തുള്ളൂ. അപ്പോൾ അത് അരി പൊട്ടിക്കാന്ന് പറഞ്ഞിട്ട് 1 മുട്ടയും കൂടെ നമ്മൾ ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മളത് മിക്സ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നല്ലോണം മിക്സ് ആക്കി വരുമ്പോൾ നമുക്കതിലേക്ക് ചോറിടാം. കുറച്ച് ഉപ്പിട്ടോ, കുറച്ച് ഉപ്പൂടെ ഇടാം കേട്ടോ നമുക്ക്. അല്ലെ ചോറിനും കൂടെ വരുമ്പോൾ എന്തായാലും ഉപ്പ് കാണത്തില്ല. അപ്പോൾ നമുക്ക് കുറച്ച് അധികം ഉപ്പിടാം. നമുക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ചോറിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മിക്സ് ചെയ്തത് കഴിച്ച് നോക്കിയപ്പോൾ ഒരു ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു ഇച്ചിരി കൂടെ ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഒട്ടും വേഗിച്ചില്ല നമ്മൾ നേരെ ഇല പൊട്ടിക്കാൻ പോയി. ഇലയിൽ കഴിക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണല്ലോ. അപ്പോൾ അത് പറഞ്ഞിട്ട് നമ്മൾ നേരെ ഇല പൊട്ടിച്ച് വന്നിട്ട് നമ്മളത് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കത് കറിയും പിന്നെ അതുപോലെ തന്നെ ഉപ്പേരിയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പോയിട്ടായിരുന്നു. അപ്പോൾ നമ്മളതും കൂടെ സൈഡിലോട്ട് ഇട്ടിട്ടുണ്ട്. മുട്ടച്ചോറും ഉപ്പേരിയും പപ്പടവും കൂടെ ഉണ്ട്. നമ്മൾ കറി എടുത്തില്ല കേട്ടോ. അപ്പോൾ അതും കൂടെ വെച്ചിട്ട് നമ്മളൊരു കഴിച്ചിട്ട് മോനെ അടിപൊളിയാണ് കേട്ടോ. സെറ്റ് ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ ചെയ്യാം. അടിപൊളി, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ഫസ്റ്റ് ട്രൈ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇനി പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. നമ്മൾ ഫുഡ് കഴിച്ച് വന്നല്ലോ. അപ്പോൾ ഇനി നമ്മൾ TV ആണ്, പിന്നെ കടന്നുറങ്ങും. അത്രയും പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല ഇനി. അപ്പോൾ നമ്മൾ സിനിമ കണ്ടുകൊണ്ടിരിക്കുക. ഇനി വൈകുന്നേരത്തെ ഷൂട്ടിനാണ്. അപ്പോൾ നമ്മൾ ബിസ്ക്കറ്റ് കൊണ്ട് വന്നുണ്ട്. എനിക്ക് എരിവുള്ളത് കഴിച്ചപ്പോൾ ഇപ്പോൾ ബിസ്ക്കറ്റ് കഴിക്കാൻ മതി. ചുമ്മാ നമുക്ക് പണിയുണ്ട്. മുറ്റടിച്ച് വരാണ്ട്, കൊപ്ര എടുത്തേക്കാണ്ട്, കുറച്ച് പണിയുണ്ട്. അപ്പോൾ എന്തായാലും ആ പണി കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വീഡിയോസ് വരാം. നമ്മൾ അമ്മ അച്ഛനും ഇതുവരെ എത്തിയിട്ടില്ല കേട്ടോ. പോയിട്ട് അപ്പോൾ അവർ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരുമായിരിക്കും എന്നൊരു പ്രതീക്ഷയുണ്ട്. കൊണ്ടുവരും, എപ്പോഴും എന്തെങ്കിലും കൊണ്ടുവരാറുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ തോന്നും. അപ്പോൾ നമ്മൾ ദോശ രാവിലെ ഉണ്ടാക്കിയതാട്ടോ. ഈ ഒരു സമയമാകുമ്പോൾ ഭയങ്കര വിശപ്പ്. കാരണം എന്താ വെച്ചാൽ ഹോസ്റ്റലിൽ നമ്മൾ നേരത്തെ ഫുഡ് കഴിച്ചിട്ട് ശീലമായതുകൊണ്ട് ഈ ഒരു സമയമാകുമ്പോൾ ഞങ്ങൾ ഹോസ്റ്റലിൽ ഫുഡ് കഴിക്കാൻ പോകും. എനിക്ക് ഈ സമയം ശരിക്കും നല്ല വിശപ്പാണ്. അത് ഞങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ അച്ഛനും വന്നിട്ടുണ്ടായിരുന്നു. അമ്മ ചൂലൊക്കെ ഇട്ടാണ്ട് അടുത്ത് ഇറങ്ങി വരുന്നത്. അങ്ങനെ നമ്മുടെ കയ്യിൽ എന്തൊരു കവർ ഉണ്ടായിരുന്നു. ആ കവറിൽ നമുക്ക് വേണ്ടപ്പെട്ട സാധനം എന്നറിയാം. കവർ തുറന്നപ്പോഴേ നമ്മൾ കണ്ടത് ഈ കാവത്തായിരുന്നു കേട്ടോ. അപ്പോൾ പക്ഷേ അതിൻ്റെ ഉള്ളിൽ സാധനം ഉണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ അതിലേക്ക് നമ്മൾ നേരെ കയറി പൊതി തുറന്ന് നോക്കിയപ്പോൾ അതിൽ ബജി അതുപോലെ തന്നെ വട്ടപ്പത്തിരി ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട ഒരു സാധനമാണ് ഈ ബജി എന്ന് പറഞ്ഞിട്ടുള്ളത്. പ്രത്യേകിച്ചൊന്നുമില്ല, നമ്മൾ ഫുഡും കൂടെ കഴിച്ചിട്ട് കിടന്നുറങ്ങാം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ വീഡിയോ കണ്ടവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വിട്ടേക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ബൈ ബൈ.